ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. രണ്ടുപേര് വീട്ടിലെ ഹാളിലിരുന്ന് മദ്യപിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടുവരുന്ന വനജ ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതൊന്നും ഇവിടെ പറ്റില്ല, ഇപ്പോൾ ഇറങ്ങിക്കോണമെന്ന് വനജ അവരോട് പറയുന്നുണ്ടെങ്കിലും അവര് പുറത്തിറങ്ങാൻ കൂട്ടാക്കുന്നില്ല. നിന്നെയൊക്കെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം, ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വനജ തൻ്റെ ഫോൺ എടുക്കുമ്പോൾ ജയേഷ് അങ്ങോട്ടേക്ക് വന്ന് ഫോൺ മേടിക്കുകയാണ്. നീ എന്താ ഇവിടെ എന്ന് വനജ ചോദിക്കുമ്പോൾ ഇതെന്റെ ഭാര്യയുടെ വീടല്ലേ, അപ്പോൾ എനിക്ക് വരുന്നതിന് എന്താ പ്രശ്നമെന്ന് ജയേഷ് ചോദിക്കുന്നു. അതേസമയം എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് അശ്വതിയും ശ്രീകുട്ടിയും അങ്ങോട്ടേക്ക് വരുമ്പോൾ അശ്വതിയുടെ മുടിക്കുത്തിനെ പിടിച്ച് തൻ്റെ അടുത്തേക്കാക്കിയിട്ട് ജയേഷ് പറയുകയാണ്, ഇവളാണ് പ്രശ്നം, ഇവളെ ഞാനങ്ങ് കൊണ്ടുപോവുകയാണ്, അപ്പോൾ ഇവിടെയുള്ളവരും എൻ്റെ പിന്നാലെ തന്നെ വന്നോളും. തുടർന്ന് വനജയെ പിടിച്ച് തള്ളിയിട്ടിട്ട് അശ്വതിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ജയേഷ്. ഇനി നിങ്ങൾ ഇവളെ കാണാനേ പോകുന്നില്ല, ഇവളെ ഞാനങ്ങ് കൊണ്ടുപോവുകയാ. ഇനി ഒരിക്കലും ഇവള് നിങ്ങളെയോ നിങ്ങൾ ഇവളെയോ കാണാനേ പോകുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് വീട് പുറത്തുനിന്ന് പൂട്ടി അശ്വതിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ജയേഷ്. പെട്ടെന്ന് ജയേഷിനെ തള്ളി മാറ്റി അശ്വതി അവിടെ ഓടി രക്ഷപ്പെടുകയാണ്. ജയേഷും കൂട്ടരും വീടിന് ചുറ്റും അശ്വതിയെ തേടി നടക്കുന്നു. അതേസമയം ഇതെല്ലാം കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ശ്രീകുട്ടിയും വനജയും. എന്തു ചെയ്യുമെന്നോ എങ്ങോട്ട് പോകുമെന്നോ അറിയാതെ വീടിന് ചുറ്റും നടക്കുകയാണ് അശ്വതി. തുടർന്ന് വനജ പറയുകയാണ്, ജയേഷെ നീ വേണമെങ്കിൽ എന്നെ കൊന്നോ, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്, ദയവ് ചെയ്ത് അശ്വതിയിലെ കുഞ്ഞിനെ ഓർത്തെങ്കിലും അവളെ കൊണ്ടുപോകരുതേ എന്നൊക്കെ വനജ പറയുന്നുണ്ടെങ്കിലും അവളെ ഞാൻ എന്താണെങ്കിലും കൊണ്ടുപോകുമെന്ന് ജയേഷ് പറയുന്നു. അതേസമയം ജനൽ വഴി അശ്വതി ശ്രീകുട്ടിയെ വിളിക്കുകയും തൻ്റെ ഫോൺ എടുത്തു തരാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീകുട്ടി ഫോൺ എടുത്തു കൊടുക്കുമ്പോൾ അശ്വതി ഫോണിൽ നിന്നും അരുണിനെ വിളിക്കുന്നു. ഐശ്വര്യയാകും ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞ് അരുൺ ഫോൺ അവിടെ വെച്ച് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ 2 വട്ടം അശ്വതി അരുണിനെ വിളിക്കുന്നുണ്ടെങ്കിലും അരുൺ കോൾ എടുക്കുന്നില്ല. തുടർന്ന് അശ്വതി ശ്യാമയെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ജയേഷ് അശ്വതിയെ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ മോളുടെ അടുത്തേക്ക് പോകാൻ എന്നെ അനുവദിക്കാൻ അശ്വതി പറയുമ്പോൾ ജയേഷ് തൻ്റെ ആളുകളോട് വീടിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പറയുന്നു. ഇത് കേൾക്കുന്ന അശ്വതി ഞെട്ടലോടെ നിൽക്കുമ്പോൾ ജയേഷിൻ്റെ ആളുകൾ വീടിന് ചുറ്റും പെട്രോൾ ഒഴിക്കുകയാണ്. അമ്മയെ കാണാത്ത ദുഃഖം മകൾക്കും, മകളിവിടെ ഒറ്റയ്ക്കാണെന്നുള്ള ദുഃഖം നിനക്കും വേണ്ട, ഇതോടെ പ്രശ്നത്തിനെല്ലാം പരിഹാരമാകുമല്ലോ എന്ന് ജയേഷ് പറയുന്നു. അങ്ങനെ ജയേഷിൻ്റെ ആളുകൾ വീടിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് കഴിയുമ്പോൾ ജയേഷ് പറയുകയാണ്, ഇനിയൊന്നും നോക്കണ്ട, കത്തിച്ചേക്കടാ, ഇവളുടെ കുഞ്ഞും അമ്മയും അകത്ത് വെന്തുരുകുന്നത് ഇവൾ തന്നെ കണ്ണുകൊണ്ട് കാണട്ടെ. ഇത് കേൾക്കുന്ന ജയേഷിൻ്റെ ആളുകൾ തീപ്പന്തം കത്തിക്കുകയാണ്. ജയേഷെ എൻ്റെ കുഞ്ഞിനെയും അമ്മയും ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അശ്വതി. നോക്കടി, നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിന്റെ അമ്മയും കുഞ്ഞും കത്തി ഉരുകും എന്നൊക്കെ ജയേഷ് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി. തുടർന്ന് അയാൾ തീയുമായി വീടിൻ്റെ അരികിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ശ്യാമ അയാളെ തടയുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് അരുണും വസുന്ധരയും കൂടി വരുന്നു. അങ്ങനെ അരുൺ ജയേഷിൻ്റെ ഗുണ്ടകളെ അടിച്ചൊതുക്കുന്നതാണ് കാണിക്കുന്നത്. അവരുടെ ഒപ്പം ആദിയും അഖിലും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ജയേഷിനെയും ജയേഷിൻ്റെ ആളുകളെയും തലങ്ങും വിലങ്ങും തല്ലുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്യാമ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നു. തുടർന്ന് ശ്രീകുട്ടി ശ്യാമേച്ചി എന്ന് വിളിക്കുമ്പോൾ ശ്യാമ ചെന്ന് കതക് തുറന്നു കൊടുക്കുകയാണ്. ശ്രീകുട്ടി അശ്വതി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അല്ല, ശ്യാമയും അരുണുമൊക്കെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അന്ന് ഇവിടെ അരുണേട്ടൻ വന്നപ്പോൾ പ്രശ്നമുണ്ടായില്ലേ, അന്ന് എന്നെ ഇവിടുത്തെ ചില അയൽക്കാർ വിളിച്ചിരുന്നു, അവർ തന്നെയാ ഇപ്പോഴും എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചത്. തുടർന്ന് ജയേഷിനെ ആദ്യം അഖിലും ചേർന്ന് പിടിച്ചു വെക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇയാളെ പോലീസിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്, ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞേക്ക്. ഇത് കേൾക്കുന്ന അശ്വതി ജയേഷിൻ്റെ അടുത്തേക്ക് ചെന്ന് ജയേഷിൻ്റെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ്. അതേസമയം പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരികയാണ്. പോലീസ് ജീപ്പ് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജയേഷ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.